ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കണ്ണൂർ സ്റ്റൈൽ പത്തനും അതുപോലെ ബീഫ് വെർലയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പത്തൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ 2 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. പണ്ടൊക്കെ പത്തൽ ചുടണമെങ്കിൽ അരി കുതിർത്തി വെച്ചിട്ട് അരച്ചിട്ടൊക്കെയാണ് ചുട്ടിട്ടുണ്ടായിരുന്നത്. അമ്മിയിലൊക്കെയാണ് അരക്കേണ്ടുന്നത്. ഇന്നിപ്പോൾ ഈസിയാണ് കുറേ, അതായത് പൊടികളൊക്കെ നമുക്ക് പൊടിച്ച് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓട് നന്നായി ചൂടായതിന് ശേഷം ഓയിലൊന്ന് കുടഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉരുളകളാക്കിയിട്ട് ഓരോ പത്തലും പരത്തിയെടുക്കാവുന്നതാണ്. ഓട് നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് പരത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ആദ്യമായിട്ട് ഇങ്ങനെ പത്തലൊക്കെ ട്രൈ ചെയ്യുന്ന ആളെ കൈകളൊക്കെ നന്നായി ചുവന്ന് തുടുത്തിരിക്കും. കാരണം നല്ല ചൂട്ടിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇത് ശീലമായി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് രാത്രികാലങ്ങളിൽ മിക്ക കണ്ണൂർ വീടുകളിലും പത്തലായിരിക്കും. ഇന്നിപ്പോൾ പൊടിയൊക്കെ പൊടിച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പത്തൽ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ പരത്തിയെടുക്കാം ഓരോന്നായിട്ട്. ഇത് പാലൊന്നും മുക്കാതെ തന്നെ നമുക്ക് കറിയും കൂട്ടി കഴിക്കാവുന്നതാണ്. ഏത് കറിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാൽ തേങ്ങാപ്പാലും കൂടി മുക്കിയാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ പേപ്പറോടും നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിങ്ങനെ 2 ഭാഗം പൊന്തി വരും. അപ്പോൾ ഇത് തേങ്ങാപ്പാലിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ 2 ഭാഗം പൊന്നിച്ച് വന്നാൽ പത്തിൽ തേങ്ങാപ്പാൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഓരോ പത്തലും നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. മഷി പോലെ ഒന്നും അരക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിലേക്ക് എക്സ്ട്രാ ടേസ്റ്റിനായി ഞാൻ ഗീ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ പത്തലും ഇതിൽ മുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കഴിച്ചിട്ടുള്ളവരുടെ വായിൽ നിന്ന് കപ്പലോടുന്നുണ്ടാകും ഇത് കാണുകയാണെങ്കിൽ. ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ കൂടെ ഏത് കറിയോ ഓക്കെയാണ്. ബീഫ് കറി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ബീഫ് കറിയും പത്തലും എന്ന് പറഞ്ഞാൽ എന്നാൽ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.